ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലൂട്ടാപ്പിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം വൈഫൈ ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇപ്പോൾ എടുത്തതെന്നറിയോ? പണ്ടൊക്കെ കുറേ പേര് പറഞ്ഞിരുന്നത് വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തതെന്നാണ്. പിന്നെ പോയി അത് വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തതെന്നായി. പിന്നെ പറയും വീട്ടിൽ വൈഫൈ എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ വൈഫൈനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നുള്ള സംഭവത്തിനെ നമ്മൾ പറയുമ്പോൾ തന്നെ അതിന് വൈഫൈ എന്ന് മാത്രം പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മളെത്തി. ഇന്ന് ലോകത്തിൽ 9 ബില്യൺ ഡിവൈസുകൾ ഈ വൈഫൈ യൂസ് ചെയ്യേണ്ടതെന്നാണ് ഏകദേശ കണക്ക്. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള വൈഫൈനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് നമ്മൾ മൊബൈലിലായാലും ലാപ്ടോപ്പിലായാലും വൈഫൈ വഴിയാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ സ്മാർട്ട് ടി വി, അലക്സ, ഗൂഗിൾ ഹോം, സ്മാർട്ട് ഫ്രിഡ്ജുകളുണ്ട്, സ്മാർട്ട് എ സികളുണ്ട്, സ്മാർട്ട് ബൾബുകളുണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിവൈസുകൾ നമ്മുടെ വീട്ടിൽ വൈഫൈ വഴിയാണ് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഡിവൈസുകളിലേക്ക് വയർഡ് ഇൻ്റർനെറ്റ് കണക്ഷനാണ് യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വയർ തടഞ്ഞിട്ട് നടക്കാൻ പറ്റില്ല. അത് മാത്രമല്ല ഇത്രയും ഡിവൈസുകൾക്ക് പിന്നെ പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാണ്ടാവും. ഇത്രയൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഈ വൈഫൈ നമുക്ക് വീട്ടിൽ ലഭ്യമാകാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണം എന്ന് പറയുന്നത് വൈഫൈ റൗട്ടറാണ്. അപ്പോൾ നമ്മൾ ഈ വൈഫൈനെ കുറിച്ചും വൈഫൈ റൗട്ടറിനെ കുറിച്ചും ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ന്യൂ ജനറേഷന് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഐഡിയ കാണും, പക്ഷേ കുറച്ച് മുതിർന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അത്ര ഐഡിയ ഉണ്ടാവണമെന്നില്ല. പക്ഷേ അവരിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. പക്ഷേ എന്നാൽ പോലും എന്താണ് ഇതെന്ന് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവരെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് മാക്സിമം കുറവേ പോകണുള്ളൂ. അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷനുകളാണ് നമ്മൾ ബ്രോഡ്ബാൻഡ് എന്ന് സാധാരണയായിട്ട് പറയുന്നത്. ഒന്നില്ലെങ്കിൽ കോയാക്സിയൽ കേബിൾ വഴി, അതായത് നമ്മുടെ കേബിൾ ടി വിയുടെ കേബിൾ വഴി, അല്ലാന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, അതായത് OFC, അതുവഴി ആയിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് ഈ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് എത്തുന്നത്. നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻ്റർനെറ്റ് അടിസ്ഥാനമാക്കി തന്നെ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സാധാരണക്കാരന് ആക്സസിബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. ലൈറ്റ് സിഗ്നൽസ് ആയിട്ടാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി നമുക്ക് വേണ്ട ഡാറ്റ പാക്കറ്റ്സ് വരുന്നത്. പക്ഷേ ഈ ലൈറ്റ് സിഗ്നൽസിനെ ഡയറക്റ്റ് കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കഴിവില്ല. കമ്പ്യൂട്ടറിന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മറ്റ് ഡിവൈസുകൾക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കഴിവില്ല. അതുകൊണ്ട് ആദ്യം തന്നെ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിനെ, അതിലൂടെ വരുന്ന ഈ ലൈറ്റ് സിഗ്നൽസിനെ ഇലക്ട്രിക് സിഗ്നലുകളാക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മോഡം. ഈ മോഡം വേറെ, റൗട്ടർ വേറെ പറയാനുണ്ട്. പക്ഷേ ചില കേസിൽ എന്താ പറയുക, മോഡം റൗട്ടർ എന്ന് പറഞ്ഞിട്ട് മോഡം ഇൻബിൽറ്റ് ആയിട്ടുള്ള റൗട്ടർ കൂടി വരുന്നുണ്ട്. പക്ഷേ എൻ്റെ കേസിൽ ഇത് രണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സർവീസ് പ്രൊവൈഡർ എനിക്ക് തന്നിരിക്കുന്നത് സെപ്പറേറ്റ് മോഡം, സെപ്പറേറ്റ് റൗട്ടർ അങ്ങനെയാണ്. അങ്ങനെ തന്നിരിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് റൗട്ടറുകൾ മാറ്റി പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 സെപ്പറേറ്റ് ഡിവൈസുകൾ പ്ലഗ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളൂ, അത് മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്താൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡം മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഒരുപാട് ഡിവൈസുകൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യേണ്ടി വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു റൗട്ടർ ആവശ്യമായിട്ട് വരുന്നത്. ഇന്ന് റൗട്ടർ എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാവരും ചിന്തിക്കുന്നത് തന്നെ വൈഫൈ റൗട്ടറിനെ കുറിച്ചാണ്. കാരണം ഇന്നത്തെ ഉപയോഗം അങ്ങനെയുകൊണ്ടാണ്. പക്ഷേ വൈഫൈ റൗട്ടറുകളായിരുന്നില്ല ഫസ്റ്റ് റൗട്ടറുകൾ, വയർഡ് റൗട്ടറുകളായിരുന്നു. അത് മാത്രം അറിഞ്ഞു വയ്ക്കാം. മോഡേൺ വൈഫൈ റൗട്ടറുകൾ 3-4 ഡിവൈസസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതായത് ഒരു റൗട്ടർ, ഒരു സ്വിച്ച്, ഒരു നെറ്റ്വർക്കിംഗ് സ്വിച്ച്, അതുപോലെ തന്നെ ഒരു മോഡം, ഒരു AP എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസ് പോയിൻ്റ്. ഈ ആക്സസ് പോയിൻ്റ് ആണ് നമുക്ക് നമ്മുടെ വയർലെസ് ഡിവൈസസ് ആയിട്ട് ഈ റൗട്ടറായിട്ടുള്ള കണക്ഷൻ സാധ്യമാക്കുന്നത്. അതായത് വൈഫൈ എന്ന് പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞാൽ APയുടെ ഭാഗമാണ്, ഈ ആക്സസ് പോയിൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ മോഡം വരെ എത്തിയ ഈ ഇൻ്റർനെറ്റിനെ വയർലെസ് ആയിട്ട് എന്താ പറയുക മാറ്റാനായിട്ട് സഹായിക്കുന്ന ഉപകരണമാണ് വൈഫൈ റൗട്ടർ. അപ്പോൾ ഈ വൈഫൈ റൗട്ടർ തന്നെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ എല്ലായിടത്തും വൈഫൈ എന്ന് മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ സ്റ്റാൻഡ് അലോൺ ആക്സസ് പോയിൻറ്റ്സ് വേറെ ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ അതുപോലെ വലിയ റെസ്റ്റോറൻറ്റിലോ ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റാൻഡ് അലോൺ ആക്സസ് പോയിൻറ്റ്സ് യൂസ് ചെയ്യും. കാരണം അവിടെ നമ്മുടെ ചെറിയ വൈഫൈ റൗട്ടർ കൊണ്ട് മതിയാവില്ല. അപ്പോൾ ഒരു സ്റ്റാൻഡ് അലോൺ ആക്സസ് പോയിൻറ്റ് വെച്ചിട്ട് അതിന് നമ്മുടെ റൗട്ടറായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യാം. പക്ഷെ അത് നമ്മൾ വീട്ടിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഈ സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വയർഡ് ഡിവൈസുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എന്താ പറയുക നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസിനെയാണ് ഈ സ്വിച്ച് എന്ന് പറയുന്നത്. പക്ഷേ സ്വിച്ചിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചിന് IP അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിവൈസ് ഇൻ്റർനെറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട ഒരു അഡ്രസ്സ് നിറഞ്ഞ് വെച്ചാൽ മതി. അപ്പോൾ അത് IP അഡ്രസ്സ് അസൈൻ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് റൗട്ടറിൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ വൈഫൈ റൗട്ടറിൽ ചിലപ്പോൾ ഒരു സ്വിച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് അതുവഴി ഒരുപാട് വയർഡ് ഡിവൈസസിനെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം കൂടി വൈഫൈ റൗട്ടർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഉപകരണമായിട്ടാണ് നമ്മൾ കാണുന്നത്. വൈഫൈ എന്താണ്, വൈഫൈ റൗട്ടർ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മളൊരു വൈഫൈ റൗട്ടർ വാങ്ങാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള വൈഫൈ റൗട്ടറാണ് നമുക്ക് വാങ്ങേണ്ടതെന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈഫൈ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം.
അടുത്ത വീഡിയോയിൽ നമ്മൾ വൈഫൈ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം കൺഫ്യൂഷനൊക്കെ മാറും. അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.